നമ്മളിപ്പോൾ ഉള്ളത് പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിലാണ്. തൃശ്ശൂരിലെ സൈലത്തിന്റെ ഹൈബ്രിഡ് സെന്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതെ, പുതിയ ക്യാമ്പസ് ആണ് ഇത്തവണ തൃശ്ശൂരിലെ കുട്ടികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. തീർത്തും ആക്സസിബിൾ ആയ സ്ഥലത്താണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരം. അതോടൊപ്പം തന്നെ KSRTC സ്റ്റാൻഡിൽ നിന്നാണെങ്കിലും ശക്തൻ സ്റ്റാൻഡിൽ നിന്നാണെങ്കിലും 1 കിലോമീറ്റർ ആണ് ഇവിടത്തേക്കുള്ള ദൂരം. അഥവാ മെട്രോ ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ടാണ് ഈ പുതിയ കിഡിലൻ ക്യാമ്പസ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ക്യാമ്പസിലെ ഓരോ വിശേഷങ്ങളും നോക്കാം. കമോൺ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ റിസപ്ഷൻ ഏരിയയിലേക്കാണ്. നമുക്കറിയാം നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി ആദ്യമായിട്ട് ഈ സെന്ററിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അപ്രോച്ച് ചെയ്യേണ്ടത് ഈ റിസപ്ഷൻ ഏരിയയിലേക്കാണ്. ദെൻ നമുക്കറിയാം സാറേ അവിടെ എന്താണുള്ളത്? അവിടെ പിന്നെ വെയിറ്റ് ചെയ്യാനുള്ള അടിപൊളി ലോഞ്ച് ആക്കി തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ അതിന്റെ അപ്പുറത്ത് നമുക്ക് കാണാവുന്നത് എന്താണ് അഡ്മിഷൻ, അതോടൊപ്പം തന്നെ അതിന്റെയുമായി ബന്ധപ്പെട്ടുള്ള ഹെൽപ്പ് ഡെസ്കുകളും കാര്യങ്ങളുടെ റൂമാണ് കാണുന്നത്. ഓരോ കുട്ടിക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻസ് കൊടുക്കാനായിട്ട് അവിടെ ആളുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു അഡ്മിഷൻ പ്രൊസീജിയറും അതുപോലെ ആപ്ലിക്കേഷൻ ഫോംസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയും. അതെ, പിന്നെ സാറ് പ്രത്യേകം ഇവിടെ പറയാനുള്ളത് ഇവിടെ ഒരു സ്കാൻ കാണുന്നുണ്ട്. അതെ, ഒരു സ്കാൻ ചെയ്യാനുള്ള അല്ലെ, പെട്ടെന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ ഗൂഗിൾ പേ ആണെന്ന് വിചാരിക്കും. ഓക്കെ, പക്ഷെ അങ്ങനെയല്ല. ഇതിലേക്ക് നിങ്ങൾ പിന്നെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ഫർദർ അല്ലെ ഫോം ഫില്ലിംഗ് കാര്യങ്ങളൊക്കെ ഇതായി പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും ഇത് അപ്ഡേറ്റ് ആയിട്ട് വരും എന്നുള്ളതാണ് ഈ ഒരു പിന്നെ QR കോഡിന്റെ പ്രത്യേകത. റിസപ്ഷൻ ഏരിയയിൽ നിന്ന് നമ്മൾ മുന്നോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്കിവിടെ ഒരു മിനി കോൺഫറൻസ് റൂം കാണാം. അവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ട്. നമുക്ക് ആരൊക്കെയാണെന്ന് തീർച്ചയായിട്ടും. ഹായ് സാർ. ഹലോ സാർ. ഇത് ദിനേഷ് സാറാണ്, തൃശ്ശൂർ അക്കാഡമി കോർഡിനേറ്റർ ആണ്. കൂടെ സുഷോബ് സാർ ഇരിക്കുന്നുണ്ട്, ഇവിടുത്തെ കിങ്സ് 11 ബാച്ചിന്റെ അല്ലെ, ഈ വർഷം തുടങ്ങുന്ന കിങ്സ് 11 ബാച്ചിന്റെ കോർഡിനേറ്റർ ആണ്. കുട്ടികളൊക്കെ ഒന്ന് കാണുന്നുണ്ട് സാറേ. പിന്നെ അതോടൊപ്പം തന്നെ സാർ പ്രവീൺ സാറാണ്, IAS സ്കൂളിന്റെ കോർഡിനേറ്റർ ആണ്. അതോടൊപ്പം തന്നെ ഹർഷയാണ് മെന്റർ ടീം ലീഡർ ആണ്. ഓക്കെ, ഞങ്ങളൊന്ന് ക്യാമ്പസ് ഒക്കെ ഒന്ന് കവർ ചെയ്യാണ് സാർ. ഓക്കെ, കാണാം. ഓക്കെ, യെസ് സാറേ. അവിടെ എന്തോ വേറെ കുറച്ച് QR കോഡുകൾ കാണുന്നുണ്ടല്ലോ. അതെ സാർ, അത് മറ്റൊന്നുമല്ല. നമ്മൾ ഈ സെന്ററിലേക്ക് പുതിയതായിട്ട് അഡ്മിഷൻ എടുത്തൊരു കുട്ടിക്ക് നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഹോസ്റ്റൽ അലോട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്റ്റലിന്റെ ലൊക്കേഷൻസ് ആണ്. ലൊക്കേഷൻ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ എന്ത് ചെയ്യും, അവർക്ക് കറക്റ്റ് ആയിട്ട് ആ ഹോസ്റ്റലിന്റെ ലൊക്കേഷനിലേക്ക് തന്നെ എത്തിച്ചേരാൻ. അതായത് കുട്ടികൾക്കും പാരന്റ്സിനൊക്കെ വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യം. യൂസിങ് ടെക്നോളജിയാണ്. സാർ, നമുക്ക് അടുത്തത് ഫാക്കൽറ്റി റൂം നോക്കാം. പിന്നെ നമ്മുടെ സൈലത്തിലെ തൃശ്ശൂർ ക്യാമ്പസിലെ ഫാക്കൽറ്റി റൂമാണ്. വിശാലമായിട്ടുള്ള ഫാക്കൽറ്റി റൂം തന്നെയാണ്. മാത്രമല്ല നമ്മുടെ ക്ലാസ് റൂമിനോട് വളരെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഫാക്കൽറ്റി റൂം ഉള്ളത്. അപ്പം കുട്ടികൾക്ക് ഡൗട്ട് ഒക്കെ ചോദിക്കാനാണെങ്കിലും വളരെ ആക്സസിബിൾ തന്നെയാണ്. തീർച്ചയായിട്ടും ആക്സസിബിൾ ആണ്. ബ്രേക്കിന്റെ സമയത്തൊക്കെ കുട്ടികൾക്ക് ഡൗട്ടുകളൊക്കെ ചോദിക്കാം. പക്ഷെ ഇവിടെ ഫാക്കൽറ്റീസിനൊന്നും കാണുന്നില്ല, എല്ലാവരും ക്ലാസ് റൂമിലാണ്. അതെ, നമുക്ക് അവരെ കാണണമെങ്കിൽ ക്ലാസ് റൂമിൽ പോകണം. കൂടെ നമുക്ക് കുട്ടികളെയും കാണാം അല്ലേ. അപ്പൊ എങ്ങനെയായിരിക്കും സാർ ഇവിടുത്തെ ക്ലാസ് റൂമിന്റെ അവസ്ഥ? നമ്മുടെ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ സൈലത്തിലെ ഏതൊരു ക്ലാസ് റൂം പോലെ തന്നെ ഫുള്ളി എയർ കണ്ടീഷൻ ആയിട്ടുള്ള ക്ലാസ് റൂമുകളാണുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഡിജിറ്റൽ യൂസ് ചെയ്യുന്ന ബോർഡുകളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ്. അതെ, സൗണ്ട് സിസ്റ്റം ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ 2 ബാച്ചുകളാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 തരത്തിലുള്ള ബാച്ച്. ഒന്ന് കിങ്സ് 11 ബാച്ച് ഉണ്ട്, അതോടൊപ്പം തന്നെ എന്തുണ്ട് നമ്മുടെ വീര, അതായത് ജയ് റിപ്പീറ്റർ ബാച്ചായ വീര ബാച്ച് കൊണ്ട് നമുക്ക് 2 കുട്ടികളെ ഒന്ന് കാണണം അല്ലേ. അപ്പൊ ഇതാണ് ടെക്നിക്കൽ സ്റ്റാഫിന്റെ റൂം അല്ലേ. അപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ CCTVയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ, ക്ലാസ് റൂമിൽ മാത്രമല്ല പുറത്തുമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും. അതെ, പിന്നെ അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കിട്ടുവാനും സഹായിക്കുന്ന ഒരു സ്ഥലമാണ്. കുട്ടികൾ ശ്രദ്ധിക്കുക, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയേണ്ടി വരും. നമുക്കിനി ക്ലാസ് റൂമിൽ കയറാം. ഫസ്റ്റ് റിപ്പീറ്റർ ബാച്ച് ആയിക്കോട്ടെ. അതെ, അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ അകത്ത് അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. ഈ തവണത്തെ റിപ്പീറ്ററിന് ഒരു പ്രത്യേകത ഹൈബ്രിഡ് ആണ് അല്ലേ. ഹൈബ്രിഡ് മോഡൽ എങ്ങനെയാണോ ഒക്കെ കുട്ടികൾ ഒന്ന് ചോദിച്ചു നോക്കാം. ക്ലാസ്സിൽ സാറ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് സീരിയസ് ആയിട്ട് മാത്സ് ആണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം, ഒന്ന് കയറി നോക്കാം അല്ലേ.
സാർ ഉണ്ണി സാറാണ്. ഉണ്ണി സാറാണ് ക്ലാസ് എടുക്കുന്നത്. സാറേ ഉച്ച സമയമായി അല്ലേ? കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള മൂഡിലാണ്. അതെ. അപ്പൊ നമുക്ക് മെസ്സിലേക്ക് പോവാം. മെസ്സ് എവിടെയാ സാറേ? നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ മെസ്. ഓക്കെ ഓക്കെ, കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് നോക്കാം, ഒന്ന് കുട്ടികളെയും കാണാം അല്ലേ? ബോയ്സിനും ഗേൾസിനും വേറെ വേറെ തന്നെ സിക്ക് റൂംസ് ഉണ്ട്. നമുക്കറിയാം, ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും മക്കളെ ഉള്ളപ്പം ചെറിയ എന്തെങ്കിലും ഒരു ബോഡി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള, അതെ, നല്ല ക്വാളിറ്റി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സിക്ക് റൂമാണ് ഇവിടെ ഉള്ളത്. ഇത് ഗേൾസിന്റെ സിക്ക് റൂമാണോ? അല്ല, ഇത് ബോയ്സിന്റെ സിക്ക് റൂമാണ്. ഓക്കെ, തൊട്ടപ്പുറം തന്നെ എന്തുണ്ട്, ഗേൾസിന് സിക്ക് റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തൃശ്ശൂരിലെ സൈലത്തിന്റെ JE ക്യാമ്പസ്. അപ്പോൾ ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. യെസ്, കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്തു. കുട്ടികളൊക്കെ വളരെ വളരെ എനർജറ്റിക് ആണ്. ഇപ്പോൾ അവിടെ ബേസിക്സിന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, റിപ്പീറ്റർ ബാച്ചിന്. അപ്പോൾ ഇനിയും ബാച്ചുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. മക്കളെ, ഇത്ര നല്ല ഫെസിലിറ്റിയിൽ അടിപൊളി ടീച്ചേഴ്സിന്റെ കീഴിൽ നിങ്ങൾക്ക് പഠിച്ച് JE ക്രാക്ക് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് തന്നെ വൈകാതെ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോരുക. യെസ്, നമുക്ക് ക്രാക്ക് ചെയ്യാം അല്ലേ? സോ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്.